സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. എന്തെല്ലാടോ, എല്ലാവർക്കും സുഖല്ലേ? കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട 2025 ഒരു ഇവന്റ് ആണ്. നിങ്ങൾ എഴുതാൻ പോകുന്ന PSC പരീക്ഷ 10th +2 ഡിഗ്രി ലെവൽ ഏതൊരു പരീക്ഷയാണെങ്കിലും ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ടോപ്പിക്. നാഷണൽ ഗെയിംസ് 2025 നടന്ന ദേശീയ ഗെയിംസ് ഒരുപാട് വസ്തുതകൾ ഇച്ചിരി പാടാണ് പഠിക്കാൻ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സോട് കൂടി ഈ ഒരു ടോപ്പിക്ക് എല്ലാവരും സെറ്റ് ആണ് കേട്ടോ. ഈ ടോപ്പിക്ക് നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പൊ ഇതുവരെ നമ്മൾ 2025 കറണ്ട് അഫയേഴ്സിൽ 12 ക്ലാസ്സുകളാണ് എടുത്തത്. ഈ 12 ക്ലാസ്സുകളും ഒരൊറ്റ PDF 250 പേജിലെ PDF ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. ആ PDF കിട്ടണമെങ്കിൽ, നമ്മുടെ ക്ലാസ്സുകളൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യാം. കമന്റ് ബോക്സ് നോക്കുക, കമന്റിൽ ഫസ്റ്റ് കമന്റ് പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാം, നിങ്ങളൊന്ന് ലൈക്ക് അടിക്കടാ, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. നമ്മുടെ 2025 നാഷണൽ ഗെയിംസ്, ആ നാഷണൽ ഗെയിംസിലേക്ക് വരുന്ന സമയത്ത് നോക്കൂ കൂട്ടുകാരെ, എന്നാണ് നാഷണൽ ഗെയിംസ് ആരംഭിച്ചെന്ന് ചോദിക്കും. 2025 ജനുവരി 28 ആരംഭിച്ചിട്ട് ഫെബ്രുവരി 14. ഫെബ്രുവരി 14 എന്താണ് ദിവസം അറിയാലോ? നിങ്ങൾ ആലോചിച്ച് വെക്കുക, കണക്ട് ചെയ്ത് വെക്കുക. ജനുവരി 28 ആരംഭിച്ചിട്ട് ഫെബ്രുവരി 14 അവസാനിച്ചു. എവിടെയായിരുന്നു നാഷണൽ ഗെയിംസ് നടന്നത്? ഉത്തരാഖണ്ഡ്. എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് 38ാമത്, കൃത്യമായിട്ട് പഠിക്കണം, 38ാമത് നാഷണൽ ഗെയിംസ്. ഇതാ അതിന്റെ എംബ്ലവും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് പേജ് കൊടുത്തിട്ടില്ലേ? അപ്പൊ 38ാമത് നാഷണൽ ഗെയിംസ് ഉത്തരാഖണ്ഡിൽ നടന്നു. 2025 ജനുവരി 28 ആരംഭിച്ചു, ഫെബ്രുവരി 14 അവസാനിച്ചു. ആ ഡേറ്റ് സെറ്റാണ്. നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ് ഈ ഒരു ഇവന്റ് ഉദ്ഘാടനം ചെയ്തത്. എവിടെ വെച്ചിട്ടായിരുന്നു ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടനം നടന്നത് ചോദിച്ചു കഴിഞ്ഞാൽ രാജീവ് ഗാന്ധി ദേശീയ ക്രിക്കറ്റ് സ്റ്റേഡിയം, ഡെറാഡൂൺ. അപ്പൊ പല സ്ഥലങ്ങളിലായിട്ടാണ് ഈ ഒരു നാഷണൽ ഗെയിംസ് ആ സ്റ്റേറ്റിൽ ഉത്തരാഖണ്ഡിൽ നടന്നത്. പ്രധാനപ്പെട്ട വേദി ഡെറാഡൂൺ ആയിരുന്നു. അപ്പൊ ഡെറാഡൂണിലെ രാജീവ് ഗാന്ധി ദേശീയ ക്രിക്കറ്റ് സ്റ്റേഡിയം പഠിച്ചു വെച്ചേക്കുക. പിള്ളേരെ, ഈ ഒരു നാഷണൽ ഗെയിംസിന്റെ പ്രമേയം ഇമ്പോർട്ടന്റ് ആണ്. ഈ പ്രാവശ്യം ഗ്രീൻ ഗെയിംസ് എന്നായിരുന്നു പ്രമേയം എന്താണ്? ഗ്രീൻ ഗെയിംസ്. പഠിച്ചു വെച്ചേക്കണേ. അതുപോലെ ഒരു ദീപശിഖ നിങ്ങൾക്ക് കാണാം, നമ്മുടെ മോദിജിയുടെ കയ്യിൽ ഒരു ദീപശിഖ കാണാം അല്ലെ? ഒരു ദീപശിഖ പ്രയാണം ഈ നാഷണൽ ഗെയിംസിന്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തുടനീളം നടന്നിരുന്നു. ആ ദീപശിഖയുടെ പേര് തേജസ്വിനി എന്നാണ്. തേജസ്വിനി എന്നൊരു പേര് നമ്മൾ ഇവിടെ തേജസ്വിനി എന്ന് മലയാളത്തിൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലെ? അപ്പൊ തേജസ്വിനി എന്നൊരു പേര് ആലോചിക്കുക, അത് ഈ ഒരു ദീപശിഖയുടെ പേരായിരുന്നു. ഈ ഒരു ദീപശിഖ നമ്മുടെ ഉദ്ഘാടന ചടങ്ങിന്റെ ആ സമയത്ത് ആ ഒരു ദീപശിഖ നമ്മുടെ നരേന്ദ്രമോദിജിക്ക് കൈമാറിയത് നമ്മുടെ ലക്ഷ്യ സെൻ എന്ന് പറയുന്ന താരമാണ് കേട്ടോ. നോക്കൂ, ലക്ഷ്യ സെൻ. അവിടെ ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. ലക്ഷ്യ സെൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? അറിയുന്ന കൂട്ടുകാരൊന്ന് കമന്റ് ചെയ്യുക. PSCയുടെ PYQ ആണ്. നിങ്ങൾ കമന്റ് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉത്തരം കിട്ടും കേട്ടോ. അപ്പൊ ദീപശിഖ പ്രധാനമന്ത്രിക്ക് കൈമാറിയത് ലക്ഷ്യ സെൻ ആണെന്ന് പഠിച്ചു വെക്കുക. നരേന്ദ്രമോദിജി ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞപ്പോ ഫെബ്രുവരി 14 സമാപനം ആണല്ലോ. അപ്പൊ ആ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് ആരെന്ന് ചോദിക്കും. സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷായാണെന്ന കാര്യവും പഠിച്ചു വെച്ചേക്കുക. കൂട്ടുകാരെ, അമിത് ഷായാണ്, ആഭ്യന്തരമന്ത്രിയാണ് സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. എന്തായിരുന്നു നമ്മളെ ഈ ഒരു നാഷണൽ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതാ ഇവിടെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നില്ലേ? ഈ ഒരു പക്ഷിയുടെ രൂപത്തിൽ കാണുന്ന ഈ ഒരു ഭാഗ്യചിഹ്നം, അതിന്റെ പേര് മൗലി എന്നാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആദ്യം തന്നെ ബേസിക്കലി അറിഞ്ഞു വെക്കണം. മൗലിയെ കുറിച്ച് 2-3 കാര്യങ്ങൾ പറയാം. എവിടെ നിന്നാണ് ഈ മൗലി വന്നത്? ഹിമാലയൻ മലനിരകളിൽ കാണപ്പെടുന്ന ഹിമാലയൻ മോണൽ, ആ ഒരു മോണലിന്റെ ഷേപ്പിൽ നിന്നുമാണ് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം എടുത്തിട്ടുള്ളത് കേട്ടോ. ഉത്തരാഖണ്ഡിന്റെ സംസ്ഥാന പക്ഷിയാണ്. ഞാൻ പറഞ്ഞല്ലോ ഉത്തരാഖണ്ഡിലാണ് വെച്ച് നടക്കുന്നത്. നമ്മുടെ മോദിയോടൊപ്പം ഈ ഒരു ഉദ്ഘാടന ചടങ്ങിൽ ഉണ്ടായിരുന്നത് ഉത്തരാഖണ്ഡിന്റെ CM ആയിരുന്നു. നിലവിൽ ഉത്തരാഖണ്ഡിന്റെ CM ആരാണ്? പുഷ്കർ സിംഗ് ധാമിയാണ്. അതുകൂടി ചേർത്ത് പഠിച്ചു വെച്ചേക്കുക, നമ്മുടെ PDF ഇല്ല. ഓക്കെ, അപ്പൊ മൗലി എന്നത് ഈ പ്രാവശ്യത്തെ ഭാഗ്യചിഹ്നം വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൗലി രാജമൗലി എന്നൊക്കെ നിങ്ങൾ കേൾക്കാറില്ലേ? അപ്പൊ മൗലി എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണേ. നിങ്ങൾക്ക് സ്പീഡായിട്ട് ക്ലാസ് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് 2 പ്രാവശ്യം കേട്ടാൽ മതി കേട്ടോ. ഏതൊരു കമന്റ് ഞാൻ അങ്ങനെ കണ്ടു. നമ്മുടെ ഈ ഒരു നാഷണൽ ഗെയിംസിന്റെ ഒഫീഷ്യൽ സ്പോൺസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആണ് ഒഫീഷ്യൽ സ്പോൺസർ. ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നാഷണൽ ഗെയിംസിൽ ആകെ 34 ഇനങ്ങളാണ് ഉണ്ടായിരുന്നത്. ടോട്ടൽ എത്ര ഇനങ്ങളാണ്? 34 ഇനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കേണ്ടത് 2 ഇനങ്ങൾ പ്രകടന ഇനങ്ങളായിട്ട് ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ നാഷണൽ ഗെയിംസ് ആരംഭിച്ച സമയത്ത് 4 ഇനങ്ങൾ പ്രകടന ഇനങ്ങളായിട്ട് വെച്ചിരുന്നു. ആ 4 ഇനങ്ങൾ ഏതൊക്കെയാണ്? കളരിപ്പയറ്റുണ്ട്, അതുപോലെ തന്നെ റാഫ്റ്റിംഗ് ഉണ്ട്, മല്ലക്കമ്പ് ഉണ്ട്, യോഗാസനം ഉണ്ട്.
അപ്പൊ ഇത്തരത്തിൽ 4 ഐറ്റം യോഗയും മല്ലക്കമ്പും എന്ത് ചെയ്തു, അവസാനത്തേക്ക് ഈ ഒരു നാഷണൽ ഗെയിംസ് തീരുമ്പോഴേക്കും അത് നമ്മുടെ ഇവന്റ് ആയിട്ട് മാറ്റി. അപ്പൊ അത്തരത്തിൽ 34 ഇനങ്ങളാണ് നിലവിൽ ഈ കഴിഞ്ഞ നാഷണൽ ഗെയിംസിൽ ഉണ്ടായിരുന്നത്. 34 ഇനങ്ങൾ, കായിക ഇനങ്ങൾ. അതിനകത്ത് 2 പ്രകടന ഇനങ്ങളായിരുന്നു. ഏതെല്ലാമാണ് അത്? കളരിപ്പയറ്റും റാഫ്റ്റിംഗും. യഥാർത്ഥത്തിൽ 4 ഉണ്ടായിരുന്നു, പക്ഷെ 2 ഇനങ്ങളാക്കി മാറ്റിയതുകൊണ്ട് കളരിപ്പയറ്റും റാഫ്റ്റിംഗും എന്താണ്, ഈ പറയുന്ന പ്രകടന ഇനങ്ങളാണെന്ന് മനസ്സിലാക്കി വെക്കുക. കളരിപ്പയറ്റ് റാഫ്റ്റിംഗ്, കളരിപ്പയറ്റ് റാഫ്റ്റിംഗ്. അപ്പൊ 34 ഇനങ്ങൾ, 2 പ്രകടന ഇനങ്ങൾ. ക്ലിയർ ആണേ? അതിനകത്ത് മല്ലക്കമ്പും യോഗയും എന്താക്കി മാറ്റി, മത്സര ഇനമാക്കി മാറ്റി. അതിന്റെ ഫോട്ടോ കേട്ടോ, മല്ലക്കമ്പ് യോഗ ഇത് 2 മത്സര ഇനമാക്കി. അങ്ങനെ ടോട്ടല് 34 ഇനങ്ങൾ. കൃത്യമായിട്ട് പഠിച്ചല്ലോ. 38ാമത് നാഷണൽ ഗെയിംസിൽ 34 ഇനങ്ങൾ. ക്ലിയർ. അടുത്ത ഗെയിംസ് നടക്കാൻ പോകുന്നത് 2 വർഷം കൂടുമാണ്, 2027 2027 എവിടെ നടക്കുന്നു? മേഘാലയ. കൃത്യമായിട്ട് പഠിക്കുക. 2027 അടുത്ത നാഷണൽ ഗെയിംസ് നടക്കാൻ പോകുന്നത് മേഘാലയയിലാണ്. 38ാമത് നടന്നത് ഉത്തരാഖണ്ഡിലാണ്. ഈ ഒരു ഉദ്ഘാടന ചടങ്ങിൽ നമ്മുടെ കേരളത്തിന്റെ പതാക ഏന്തിയത് PS ജീനയാണ്. ബാസ്കറ്റ്ബോൾ താരമാണ് ജീന. അപ്പൊ ജീനയായിരുന്നു പതാക ഏന്തിയത്. പിക്ചർ നിങ്ങൾക്ക് കാണാം. അവിടെ അദ്ദേഹത്തിനോടൊപ്പം, ജീന മേഡത്തോടൊപ്പം ആരുണ്ട്? മുഹമ്മദ് ജാസിർ എന്ന് പറയുന്ന വുഷു താരം കൂടി ഉണ്ട്. ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ജീനയാണ്, PS ജീനയാണ് പതാക ഏന്തിയത്. ആരാണ്? PS ജീനയാണ്. ഒപ്പം മുഹമ്മദ് ജാസിർ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരള ടീം ഒരുപാട് കായിക താരങ്ങളെയും കൊണ്ട് കേരളം ഉത്തരാഖണ്ഡിൽ പോയതാണ്. കേരള ടീമിന്റെ മൊത്തത്തിൽ ടീമിന്റെ ഒരു സംഘത്തലവൻ, അതായത് ചെഫ് ഡി മിഷൻ എന്നാണ് ആ പോസ്റ്റ് അറിയപ്പെടുക. അങ്ങനെ ആരായിരുന്നു ചോദിച്ചാൽ സെബാസ്റ്റ്യൻ സേവ്യർ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. മുൻകാലങ്ങളിൽ PS ചോദിച്ചിട്ടുണ്ട്. സെബാസ്റ്റ്യൻ സേവ്യർ ഏത് ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? നീന്തൽ താരമാണ്. അപ്പൊ സെബാസ്റ്റ്യൻ സേവ്യർ പഠിച്ചു വെച്ചേക്കുക. സെബാസ്റ്റ്യൻ സേവ്യർ മുൻ നീന്തൽ താരമാണ്, കേരള ടീമിന്റെ സംഘത്തലവൻ. എന്നാൽ കേരളത്തിലെ കേരള ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു പരിപാടിക്കൊക്കെ പോയ സമയത്ത് പ്രസിഡന്റ് വി സുനിൽകുമാർ ആണ്. വി സുനിൽകുമാർ എന്ന കാര്യം ഓർത്തു വെച്ചേക്കുക. ഇനിയാണ് ഈ ഒരു ഇവന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു പേജ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചേക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് മാർക്ക് കിട്ടും. 2025 നാഷണൽ ഗെയിംസിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് കിരീടം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പേര് നിങ്ങൾ ഓർത്തു വെക്കുക. രാജ ബലീന്ദ്ര സിംഗ് ട്രോഫി കിരീടം എന്നാണ് ഈ ഒരു 1ാം സ്ഥാനത്തെത്തുമ്പോൾ കിട്ടുന്ന ട്രോഫിക്ക് പറയാ. രാജ ബലീന്ദ്ര സിംഗ് ട്രോഫി. കഴിഞ്ഞ വർഷം നോക്കൂ, വലിയൊരു സംഭവം തന്നെയായിരുന്നു. മഹാരാഷ്ട്രയായിരുന്നു കഴിഞ്ഞ വർഷം, മീൻസ് കഴിഞ്ഞ നാഷണൽ ഗെയിംസിൽ നേടിയത്. എന്നാൽ ഈ പ്രാവശ്യം 38ാമത് നാഷണൽ ഗെയിംസിൽ കൃത്യമായിട്ട് പഠിക്കുക. മഹാരാഷ്ട്രയെ 2ാമതാക്കിയിട്ട് സർവീസസ് അവരുടെ തേരോട്ടം വീണ്ടും തുടങ്ങി. സർവീസസ്. ഇപ്പൊ സർവീസസ് 121 മെഡലുകളാണ് 2025 ദേശീയ ഗെയിംസിൽ നേടിയത്. കൃത്യമായിട്ട് പഠിക്കണേ. 121. അതിനകത്ത് 68 സ്വർണം. എടുത്തെടുത്ത് പഠിക്കുക, ബൈഹാർട്ട് ചെയ്യുക. 68 സ്വർണം, 26 വെള്ളി, 27 വെങ്കലം. ആ വെള്ളിയും വെങ്കലം ഓർത്തെടുക്കാൻ സുഖമാണ്. സർവീസ് അല്ലെ, സർവീസ് ഒക്കെ കയറി കഴിഞ്ഞാൽ 68 വയസ്സാവണം പിരിയാണെന്ന് ആലോചിക്കുക. പഠിക്കാൻ വേണ്ടി പറയണേ, 68 വയസ്സൊന്നല്ല, ഓരോരോ ഇതിന് വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഇപ്പൊ സർവീസ് 68 ഗോൾഡ്, 26 വെള്ളി, 27 വെങ്കലം, ആകെ മൊത്തം 121 നാഷണൽ ഗെയിംസിൽ ഒന്നാമതെത്തി സർവീസസ്. രാജ ബലീന്ദ്ര സിംഗ് ട്രോഫി കിരീടം കിട്ടി. 2ാം സ്ഥാനത്തെത്തിയത് മഹാരാഷ്ട്രയാണ്. 3ാം സ്ഥാനത്ത് ഹരിയാനയാണ്. അല്ലെ, സർവീസിൽ കയറിയ മഹാനായ ഹരി എന്ന് വേണമെങ്കിൽ ആലോചിച്ച് വെച്ചോ. മഹാരാഷ്ട്ര, ഹരിയാന. ഇനി നമ്മുടെ സ്ഥാനം, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഞാൻ വീണ്ടും ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 14ാം സ്ഥാനത്താണ് കേരളം. ആകെ കേരളത്തിന് എത്ര മെഡലാണ് കിട്ടിയത്? 5-4. 54 മെഡലുകളാണ് കേരളം സ്വന്തമാക്കിയത്. 54ൽ നമ്മുടെ ഭാഗ്യത്തിന് 13 നമ്മൾ പഠിച്ചാൽ മതി. 13 സ്വർണം കിട്ടിയിട്ടുണ്ട്. 13 പഠിക്കും നമ്മൾ കേട്ടോ. നിങ്ങൾ സെറ്റായിട്ട് പഠിക്കും. അതുപോലെ 17 വെള്ളിയും 24 വെങ്കലവും. കൃത്യമായിട്ട് ആ സംഖ്യ പഠിക്കണം. ടോട്ടൽ കേരളം 54. ആ 54ൽ നമുക്ക് 13 ഗോൾഡ്, 17 വെള്ളി, 24 വെങ്കലം. അത് പഠിച്ചു വെച്ച എല്ലാവരും. 13 സ്വർണം, 17 വെള്ളി, 24 വെങ്കലം. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, മനസ്സിൽ കേട്ടുക. അങ്ങനെ 54 കേരളം 14ാം സ്ഥാനം. ദേശീയ ഗെയിംസില് നീന്തലിൽ 10 മെഡലുകൾ നേടി കർണാടകയുടെ ശ്രീഹരി നടരാജു. വളരെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇപ്പൊ ചോദിക്കാം, ശ്രീഹരി നടരാജു 10 മെഡൽ നേടിയ കാര്യം ഓർത്തു വെച്ചേക്കുക. ശ്രീഹരി നടരാജു, അദ്ദേഹം കർണാടകയുടെ താരമാണ്. 10 മെഡൽ നേടി നീന്തൽ താരമാണ് ശ്രീഹരി നടരാജു. ഓർത്തു വെക്കണേ. 11 മെഡലുകളുമായി മറ്റൊരു താരമുണ്ട്. അവരുടെ പേരാണ് ദീനിധി ദേശിംഗു. അപ്പോ
തിനിധി ദേശിങ്കു എന്നൊക്കെ കേൾക്കുമ്പോൾ പേരൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിധി എന്ന് ആലോചിക്കാം. ദേ നിധി, ഇവള് അല്ലെങ്കിൽ മേഡം, ഈ കുട്ടി ഒരു നിധി തന്നെയാണ്. മേഡം എന്നൊക്കെ വിളിക്കുമ്പോൾ നിങ്ങൾ വലിയ ആളാൻ ചിന്തിക്കേണ്ട, ചെറിയൊരു മോളാണ്. കാരണം ഈ മോളെ കുറിച്ച് പറയുമ്പോൾ ഈ മോക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? 2024 കഴിഞ്ഞ വർഷത്തെ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ ടീമിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മിടുക്കിയാണ് ഈ ദി നിധി ദേശിങ്കു. അപ്പൊ ഓർത്ത് വെച്ചേക്കുക, ദി നിധി, ആ ഒരു നിധിമോക്ക് 11 മെഡൽ കിട്ടി, നീന്തൽ താരമാണ്. ശ്രീഹരി നടരാജു, അദ്ദേഹത്തിനും 10 മെഡൽ കിട്ടി. അപ്പൊ ശ്രീഹരി നടരാജു നിധി, ശ്രീഹരി നടരാജ നിധി എന്നൊക്കെ ആലോചിച്ച് വെച്ചേട്ടോ. ഈ 10 മെഡലും 11 മെഡലും കിട്ടിയത് നടരാജനിധിക്കാണ് അല്ലെ. അങ്ങനെ ഒരു ലിങ്ക് കൊണ്ടുവരിക, നടരാജനിധി സെറ്റാണ്. നടരാജനിധി അല്ലെ, മെഡലുകൾ നേടി, അങ്ങനെയൊക്കെ പാട്ടൊക്കെ പാടി പഠിക്കേ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വേഗതയേറിയ പുരുഷ താരം 2025 ദേശീയ ഗെയിംസിൽ ആരാണ്? ഒരു ആനിമേഷൻ, നമ്മൾ ആനിമേഷൻ കാർട്ടൂണുകളൊക്കെ കാണാറില്ലേ? അപ്പൊ ഏറ്റവും വേഗത്തിൽ 100 മീറ്റർ ഓടിയെത്തിയത് ആനിമേഷൻ ആണെന്ന് പഠിച്ചു നോക്കുക. അനിമേഷ് കുജൂർ, പേരൊക്കെ ഇച്ചിരി വെറൈറ്റി ആണ്. ആ വെറൈറ്റി പേരുകൊണ്ട് പഠിച്ച ഓർമ്മ ഉണ്ടാവില്ല. 100 മീറ്റർ ഏറ്റവും വേഗതയേറിയ താരം ദേശീയ ഗെയിംസിൽ ആനിമേഷ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നത് എനിക്ക് ഷുവറാണ്. ആനിമേഷൻ ചേട്ടനെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും വേഗതയേറിയ വനിതാ താരം 10.28 സെക്കൻഡ് ആണ്. ഇനി അതുകൂടി പഠിച്ചു വെച്ചേക്ക്, 10.28 സെക്കൻഡ് കേട്ടോ. നമ്മുടെ മിടുക്കി നോക്കൂ, ഏറ്റവും വേഗതയേറിയ വനിതാ താരമാരാണ്? സുധീഷ്ണ ശിവാങ്കർ ആണ് കേട്ടോ. ഇതാ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, സുധീഷ്ണ കാണുന്നുള്ള എന്റെ പിറകില്. അപ്പോ സുധീഷ്ണ ശിവാങ്കർ. അപ്പോ സുധിയാണ് വളരെ സ്പീഡിൽ പോയത് അല്ലെ, ശിവാങ്കർ അല്ലെങ്കിൽ ശിവാങ്കർ, ഇഷ്ടമുള്ള പഠിക്കാം കേട്ടോ. അപ്പൊ സുധിയാണ് അല്ലെങ്കിൽ സുധീഷ്ണ, ഒരു വെറൈറ്റി പേരല്ല സുധീഷ്ണ. ഓട്ടക്കാരിയാണെങ്കിൽ ആനിമേഷൻ ആണ് ഓട്ടക്കാരൻ. സെറ്റ്. നമുക്ക് കേരളത്തിലേക്ക് വരാം. കേരളത്തിന്റെ 13 സ്വർണ്ണ മെഡലുകൾ കൃത്യമായിട്ട് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ പഠിക്കണം. ഏതൊരു പരീക്ഷയ്ക്ക്, അപ്പൊ 10th ലെവൽ പരീക്ഷയ്ക്കാണെങ്കിൽ നിങ്ങൾ ഇത് പഠിച്ചിട്ട് വേണം പോവാൻ. വുഷു എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട് അല്ലെ, വുഷു. ആ വുഷുവിൽ കേരളത്തിന്റെ സ്വർണം കിട്ടിയത് മക്കളെ മുഹമ്മദ് ജസിലാണ്. ജസിലാണ് വുഷു. മുഹമ്മദ് ജസിൽ കെ പഠിച്ചു വെച്ചേക്കുക, വുഷു താരം സ്വർണം കിട്ടി. അപ്പൊ നമുക്ക് 13ൽ ഒരു സ്വർണം ജസിലിന് കിട്ടുന്നു. മുഹമ്മദ് ജസിൽ കെ വുഷു, മുഹമ്മദ് ജസിലാണ്, ജസിലിന് കിട്ടുന്നു വുഷുവിൽ. 45 കിലോഗ്രാം ഭാരോദ്വഹനം ഈ വെയിറ്റ് ലിഫ്റ്റിംഗിൽ കിട്ടുന്നു സൊഫിന ജാസ്മിൻ. നമുക്ക് സഫിന എന്നൊക്കെ പറയാം കേട്ടോ, അല്ലെങ്കിൽ സൊഫിന ജാസ്മിൻ PS. അപ്പൊ ജസിലിന് വുഷുവിൽ സ്വർണം, സൊഫിന അല്ലെങ്കിൽ സൊഫിന ജാസ്മിൻ എന്ന് പഠിച്ചു വെച്ചോ. ജാസ്മിന് ഈ പറയുന്ന വെയിറ്റ് ലിഫ്റ്റിംഗ് 45 കിലോഗ്രാം വെയിറ്റ് ലിഫ്റ്റിംഗ് ന്യൂ നാഷണൽ റെക്കോർഡാണ്, കണ്ടോ നിങ്ങള്. അപ്പൊ ജസിൽ, വുഷു, ജാസ്മിൻ വെയിറ്റ് ലിഫ്റ്റിംഗ് പഠിച്ചല്ലോ, 2 സ്വർണ്ണാണേ. അടുത്തൊരു സ്വർണം തൗഫീഖ് ഡെക്കാത്തലോൺ. ഇതൊരു അത്ലറ്റ് ആണ്. അതെന്താന്നൊക്കെ നിങ്ങൾ വേണമെങ്കിൽ യൂട്യൂബിലേക്ക് അടിച്ചു നോക്കിട്ടോ, കാണാൻ അറിയാത്തവർ, എന്തൊക്കെ ഐറ്റം അറിയാത്തവരുണ്ടാവും അല്ലെ. അപ്പൊ വുഷു അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് യൂട്യൂബിലേക്ക് അടിച്ചു നോക്കും വുഷു എന്താണ്. അപ്പൊ ഡിക്കാത്തലോൺ എന്ന് പറയുന്ന പുരുഷ ഡിക്കാത്തലോണിലെ തൗഫീഖ് നല്ല ടീക്കാണെന്നോ അങ്ങനെ ആലോചിച്ച് നോക്കുക. അതിൽ തൗഫീഖ് ലോൺ ഡിക്കാത്തലോൺ, ലോൺ എടുത്തു തൗഫീഖ്, എന്തെങ്കിലും കണക്ഷൻ. തൗഫീഖ് ജാസ്മിൻ ജസിൽ സെറ്റാണ്. നോക്കൂ, അടുത്തതാണ് വളരെ വളരെ ഇമ്പോർട്ടന്റ്, നിങ്ങളോട് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത്. ഹർഷിത ജയറാം, നമ്മുടെ ജയറാം സാറിനെ നടല്ലേ ഒക്കെ വേണേ ആലോചിച്ച് വെച്ചോ. ഈ മിടുക്കി നീന്തൽ താരമാണ് മക്കളെ. വനിതകളുടെ 50 മീറ്റർ, 100 മീറ്റർ, 200 മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്ക്. അപ്പൊ ഈ ബ്രസ്റ്റ് സ്ട്രോക്ക് വിഭാഗത്തില് 50 മീറ്ററിലും 100 മീറ്ററിലും 200 മീറ്ററിലും ഇവര് ഗോൾഡ് നേടുന്നു. 3 സ്വർണം ഈ മിടുക്കി കൊണ്ടുവരുന്നു. അപ്പൊ 3 6 സ്വർണമായ ജസിലിന് വുഷുവിൽ സ്വർണം കിട്ടുന്നു, സൊഫിന ജാസ്മിന് വെയിറ്റ് ലിഫ്റ്റിംഗിൽ സ്വർണം കിട്ടുന്നു, തൗഫീഖിന് ഡിക്കാത്തലോണിൽ സ്വർണം കിട്ടുന്നു. 3 സ്വർണം ആർക്ക് കിട്ടുന്നു? നമ്മുടെ ഹർഷിത ജയറാം വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചേക്ക. നീന്തൽ താരമാണ് ഹർഷിത ജയറാം. സെറ്റ്. അതുപോലെ പുരുഷന്മാരുടെ 200 മീറ്റർ ബട്ടർഫ്ലൈ ശ്രദ്ധിക്കണേ. സാജൻ പ്രകാശിന് ഒരുപാട് മെഡലുകൾ കഴിഞ്ഞ ദേശീയ ഗെയിംസിലൊക്കെ കിട്ടിയിരുന്നു. അപ്പൊ സാജൻ പ്രകാശ് ഇപ്രാവശ്യം അദ്ദേഹത്തിന് വെങ്കലമൊക്കെ, ഡബിൾ വെങ്കലവും വെള്ളിയൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ സ്വർണം കിട്ടിയത് 200 മീറ്റർ ബട്ടർഫ്ലൈയിൽ മാത്രമാണ്. അപ്പൊ 1 സ്വർണമാണ് സാജൻ പ്രകാശ് 200 മീറ്റർ. എന്നാൽ ഹർഷിത ജയറാമിന് 3 സ്വർണം, 50, 100, 200 അല്ലെ. സെറ്റ്. അടുത്തൊരു ഐറ്റമാണ് തായ്ക്കൊണ്ടോ. ഇത് മലയാളത്തിൽ തായ്ക്കൊണ്ടോ എന്നൊക്കെ ഏതോ നിങ്ങൾക്ക് കാണാം. TAEKWONDO. ടെക്വാൻഡോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും വായിക്കട്ടോ.
നമുക്ക് ഇതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക എന്നുള്ളതല്ല കാര്യം. PSC പരീക്ഷയിൽ ഉത്തരം ചെയ്തതാണല്ലോ. അപ്പൊ തായ്ക്കൊണ്ടോ എന്നാണ് മലയാള മാതൃഭൂമി, മനോരമ പത്രങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ തായ്ക്കൊണ്ടോ എന്ന് പറഞ്ഞ ഇനത്തില് വനിതാ അണ്ടർ 67 വിഭാഗത്തിൽ സ്വർണം കിട്ടിയത് മരിയ റെജിക്കാണ്. നമ്മളെ കരാട്ടെ കുംഫു പോലത്തെ ഒരു പരിപാടിയാണ്. കാലൊക്കെ ഇങ്ങനെ ഹൈറ്റിൽ വെച്ചിട്ടുള്ള അടികളാണ്. അപ്പൊ താഴത്ത് കൊള്ളാണ്ട് മുകൾ ഇങ്ങനെ അടിക്കണം എന്നറിയിക്കാം കേട്ടോ. താഴത്ത് കൊള്ളാണ്ട് അങ്ങനെ അടിക്കുന്ന മരിയാണ്, മരിയ റെജി. മരിയ റെജി, മരിയ റെജി പഠിച്ചു വെക്കുക. മരിയ റെജി കിട്ടണം. തായ്ക്കൊണ്ടോ മരിയ എന്താണ്? എടാ മരിയ വെറും മരിയ എന്നൊരു കൃതി നമ്മൾ പഠിച്ചു. ഓർമ്മയുണ്ടെങ്കിൽ ആരുടെ കൃതിയാ? ഞാൻ നിങ്ങളെ കറണ്ട് അഫയേഴ്സ് പഠിപ്പിച്ച നമ്മുടെ 12 ക്ലാസ് കണ്ട് പഠിച്ചവർക്ക് ഓർമ്മ ഉണ്ടാവും. ഒന്ന് കമന്റ് ചെയ്തേ. അപ്പൊ ഇത് തായ്ക്കൊണ്ടോ എന്ന് പറയുന്ന ഇനത്തിൽ മരിയ റെജി ആണ്, ഓർത്ത് വെച്ചേക്കണേ. അപ്പൊ അത് സെറ്റ്. ഇപ്പൊ എത്ര? 6 2 8 പഠിച്ചു അല്ലെ? 8 പഠിച്ചു. ഇനി നോക്കൂ, 2 ഐറ്റം കൂടി നമ്മൾ മിക്സഡ് പറയാൻ പോവാണ്. എന്ന് വെച്ചാൽ കുറച്ചധികം ആളുകൾ. അപ്പൊ സിംഗിൾ ഐറ്റം കഴിഞ്ഞു, 8 കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത് വനിതകളുടെ കോക്സ്ലെസ് ഫോർ തുഴച്ചിൽ അല്ലെ? തുഴച്ചിൽ, ഈ പറയുന്ന വള്ളംകളിയുടെ പല ഐറ്റംസ് ഉണ്ടല്ലോ. അപ്പൊ അതിൽപ്പെട്ട വനിതകളുടെ കോക്സ്ലെസ് ഫോർ തുഴച്ചില് 4 പെൺകുട്ടികളാണ്. ഇത് എങ്ങനെ ആലോചിക്കുന്ന വെച്ചാൽ നോക്കൂ, ഇതൊരു ചെറിയ പൊടിക്കൈയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല കോഡുണ്ടെങ്കിൽ അതാക്കട്ടോ. ഞാനിത് നമ്മുടെ ടെലഗ്രാമിലെ പിള്ളേരോട് പറഞ്ഞത് രാവിലെ 5:30 ടെലഗ്രാം ലൈവ് ക്ലാസ്സുകൾ ഉണ്ട് കേട്ടോ, ടെലഗ്രാം ഓഡിയോ ക്ലാസ്സുകൾ. അപ്പൊ അതിനകത്ത് പറഞ്ഞൊരു പോയിന്റ് ആണ്, മീനാക്ഷി, അശ്വതി നക്ഷത്രത്തിലുള്ള മീനാക്ഷി വർഷത്തിൽ ഇങ്ങനെ തുഴഞ്ഞു പോകും. എന്ത്? ഒരു വള്ളത്തിൽ കയറി തുഴഞ്ഞു റോസ് പറിക്കാൻ പോകും. അങ്ങനെ ആലോചിക്കാം. അപ്പൊ അങ്ങനെ ഉത്തരാഖണ്ഡിൽ ആലോചിക്കുക നമ്മൾ മീനാക്ഷി, അശ്വതി നക്ഷത്രത്തിലുള്ള മീനാക്ഷി കുട്ടി. മീനാക്ഷി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ മീനാക്ഷി ഓർമ്മ ചെയ്യുന്നുണ്ട്? ആലോചിച്ച് വെച്ചോ. അശ്വതി നക്ഷത്രത്തിലുള്ള മീനാക്ഷി അല്ലെങ്കിൽ അശ്വതി മീനാക്ഷിയും ആലോചിച്ച് വെക്കാം. വർഷത്തിൽ റോസ് പറിക്കാൻ പോകും, തുഴഞ്ഞു പോകും അല്ലെ? ആലോചിച്ച് വെക്കുക. 4 റോസ് പറയും. അപ്പൊ 4 ആളുകൾ ഇതിനകത്തുണ്ടല്ലോ. അപ്പൊ അങ്ങനെ വനിതകള്, തുഴച്ചില്, റോസ്, വർഷ, അശ്വതി, മീനാക്ഷി, അങ്ങനെ പഠിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒരു പൊടിക്കൈയാണ്. 4 into 400 മിക്സഡ് റിലേ, ആണും പെണ്ണും തമ്മിലുള്ള മിക്സഡ് റിലേയിലേക്ക് വരുന്ന സമയത്ത് ഇതുപോലെ മനു എന്ന് പഠിക്കുക, സ്നേഹ എന്ന് പഠിക്കുക, ജോയ് എന്ന് പഠിക്കുക, അൻഷ ബാബു എന്ന് പഠിക്കുക. ഇതിന് ഞാൻ ഒരു ട്രിക്ക് വേണമെങ്കിൽ പറഞ്ഞുതരാം. എന്താണ്? മനു ഒരു ആൺകുട്ടിയാണല്ലോ. മനുവിന് അൻഷയെ ഭയങ്കര സ്നേഹമായിരുന്നു. നിങ്ങൾ മനസ്സിൽ ഇമാജിൻ ചെയ്തതൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറയണം. കോഡുകളൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ ഓർമ്മയൊന്നും ഉണ്ടാവില്ല. ഇത് റിപ്പീറ്റ് ചെയ്ത് വീട്ടിൽ കുത്തിനൊക്കെ ആലോചിച്ചു കേട്ടോ. നമ്മളെ 4 into 400 റിലേ എന്ന് പറയുമ്പോൾ മനുവും അൻഷയും തമ്മിൽ ഇഷ്ടത്തിലാണ്. മനുവിന് അൻഷയോട് ഭയങ്കര സ്നേഹമാണ്. അങ്ങനെ അവര് വളരെ എൻജോയ് ചെയ്ത് ജീവിക്കുകയാണ് അല്ലെ? അതല്ലെങ്കിൽ വേറെ രീതിയിൽ ആലോചിച്ചാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് കണക്ട് ആവും. എങ്ങനെയാണ്? മനുവിന് അൻഷയോട് സ്നേഹം കൂടി, അവന് ഭയങ്കര ജോയ് ആണ്. പക്ഷെ അവന്റെ റിലേ പോയി ഈ സ്നേഹം കാരണം അവൻ ഭയങ്കര എൻജോയ് ചെയ്യാണ്. മനുവിന് അൻഷയോട് ഭയങ്കരമായ സ്നേഹം, അവൻ എൻജോയ് ചെയ്തു, ഫുൾ ജോയ് ആണ്. അവസാനം അവന്റെ റിലേ പോയി കേട്ടോ. അപ്പൊ 4 into 400 മിക്സഡ് റിലേ എന്ന് പറയുമ്പോൾ മനുവിന് അൻഷയോട് ഭയങ്കര സ്നേഹമായിട്ട് അല്ലെ, ഭയങ്കര ജോയ് ആണ്, അവന്റെ റിലേ പോയി എന്നാലോചിക്കുക. മനു എന്നുള്ള പേര് കേട്ടോ. മനു അങ്കിളൊക്കെ അല്ലേ മനു. അൻഷ മനു അൻഷ ഭയങ്കര ജോയ് ആണ്, ഭയങ്കര സ്നേഹമാണ്, റിലേ പോയി അല്ലെ? പഠിച്ചു വെക്കുക. ഇതും കിട്ടി. അപ്പൊ നമുക്ക് 10 ഐറ്റം സെറ്റ് ആണ്. 11, 12, 13 സ്വർണ്ണം അല്ലേ? നോക്കൂ, 3 പ്രധാനപ്പെട്ട ഗ്രൂപ്പ് ഐറ്റം ഏതൊക്കെയാണ്? ഇത് വളരെ രസമായിട്ട് പഠിക്കുക. വനിതകളുടെ 2 ഐറ്റം ആണ്. ഒന്ന് വാട്ടർ പോളോ, വോളിബോൾ. വനിതകള് വാട്ടറില് പോളോ കഴിച്ചുകൊണ്ട് വോളിബോൾ കളിച്ചു. വനിതകൾ ഉത്തരാഖണ്ഡിൽ കേരള ടീമിലെ പെൺകുട്ടികൾ പോയിട്ട് വാട്ടർ പോളോ കളിച്ചു, വോളിബോൾ കളിച്ചു. വാട്ടർ പോളോ, വോളിബോൾ. പെണ്ണുങ്ങൾ പോകുന്നു, സ്വർണം അടിക്കുന്നു. വാട്ടർ പോളോ, പെണ്ണുങ്ങൾ പോകുന്നു, സ്വർണം അടിക്കുന്നു, വോളിബോൾ. സെറ്റാണ്. ഉത്തരാഖണ്ഡിൽ കേരള ടീമിലെ വനിതകളുടെ വാട്ടർ പോളോ, വോളിബോൾ, സ്വർണം. അങ്ങനെയാണെങ്കിൽ ഫുട്ബോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ, ഒരു പത്ര കട്ടിങ്. ദേശീയ ഗെയിംസ് ഫുട്ബോൾ കേരളത്തിന് ചരിത്ര സ്വർണമാണ്. ഓർത്ത് വെച്ചേക്ക്. 1997 ശേഷം, എന്താ വെച്ചാൽ ഏകദേശം 28 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു നാഷണൽ ഗെയിംസ് പോയിട്ട് നമുക്ക് ഫുട്ബോളിൽ കപ്പ്, സ്വർണം കിട്ടുന്നത്. ഇനി ചില പ്രധാനപ്പെട്ട വെള്ളി, വെങ്കല താരങ്ങളാണ്. ഇപ്പൊ നിങ്ങൾ 54 അവാർഡും പഠിക്കണമെന്നൊക്കെ ചിന്തിച്ച് വെച്ചവരുണ്ടാവും. വേണ്ട, ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് താരങ്ങളാണ് പറയുന്നത്. നിങ്ങൾ ഡിഗ്രി ലെവൽ പ്രധാനപ്പെട്ട എക്സാമിനൊക്കെ പോകുന്നവർ മുഴുവൻ പഠിച്ചോളൂ കേട്ടോ. അശ്വതി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ജൂഡോ താരം എന്ന് പഠിച്ചു. ഇവിടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അശ്വതി ജൂഡോ താരമാണ്, വെള്ളി കിട്ടി. ഷീന ട്രിപ്പിൾ ജമ്പാണ്. സാന്ദ്ര ബാബു ലോങ് ജമ്പാണ് അല്ലെ? സാന്ദ്ര ബാബു ലോങ് ജമ്പ് താരമാണെന്ന് ആലോചിക്കുക. ഷീന ട്രിപ്പിൾ ജമ്പ് താരമാണെന്ന് ആലോചിക്കുക. അശ്വതി ജൂഡോ താരമാണെന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. ട്രിക്ക് ഒക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കമന്റ് ചെയ്യും.
അങ്ങനെയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് അമാനി ദിൽഷാദ്. അമാനി ദിൽഷാദ് ഏറെ പ്രശംസയൊക്കെ പിടിച്ചു പറ്റിയ കുട്ടിയാണ് അമാനി ദിൽഷാദ്. ജിംനാസ്റ്റിക് താരമാണ് അമാനി ദിൽഷാദ്. ജിംനാസ്റ്റിക് താരമാണ് അമാനി ദിൽഷാദ്. മനുവിന് എന്ത് കിട്ടുന്നുണ്ട്? 400 മീറ്റർ ഓട്ടത്തില് ഈ പറയുന്ന വെങ്കലം കിട്ടുന്നുണ്ട്. മരിയ ജെയ്സൺ പോൾ വാൾട്ട്, പഠിച്ചു വെക്കുക, പോൾ വാൾട്ട് താരമാണ് മരിയ ജെയ്സൺ. നേരത്തെ മരിയ റിജു പറഞ്ഞത് അല്ലെ, ഓർമ്മയില്ലേ? അത് മറക്കണ്ട. അപ്പൊ ഇത് മരിയ ജെയ്സൺ ആണ്. മരിയ ജെയ്സൺ പോൾ വാൾട്ട്. അനുരാഗ് സി വി ലോങ് ജമ്പ്. അഞ്ജന ശ്രീജിത്ത് വെയിറ്റ് ലിഫ്റ്റിംഗ്. ഇത്രയും പേരുകൾ കൂടി നിങ്ങൾ ജസ്റ്റ് ഇതിപ്പോ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചോദിക്കും താഴെ കൊടുത്തിരിക്കുന്നവയിൽ പോൾ വാൾട്ട് താരമാര് അല്ലെങ്കിൽ മരിയ ജെയ്സൺ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെ ചോദിച്ചാൽ മരിയ ജെയ്സൺ പോൾ വാൾട്ട് ആണ്. മനു ടി എസ് 400 മീറ്റർ ഓട്ടമാണ്. അനുരാഗ് സി വി ലോങ് ജമ്പ് ആണ്. അഞ്ജന ശ്രീജിത്ത് വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ്. ഇത് ഡിഗ്രി ലെവൽ എക്സാമിന് പോകുന്നവർ നിർബന്ധമായിട്ട് പഠിച്ചാൽ മതി. 10th മെയിൻസ് വരെ പഠിക്കാൻ പറ്റില്ലെങ്കിൽ വിട്ടേക്ക് കേട്ടോ. അപ്പൊ ഞാൻ പറയുന്നു, പഠിക്കാൻ പറ്റുന്നവരൊക്കെ പഠിക്കുക. ഈ ഒരു പ്രധാനപ്പെട്ട ആളുകൾ അവരുടെ ഐറ്റവും വെള്ളി നേടിയവരും അതുപോലെ വെങ്കലം നേടിയവരും. ഇനി വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അതുപോലെ ചേർത്ത് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് കൂട്ടുകാരെ. പുരുഷ ഷോട്ട് പുട്ടിൽ സ്വർണം നേടിയത് തജീന്ദർ പാൽ സിംഗ് എന്ന് പറയുന്ന മനുഷ്യനാണ്. പഠിച്ചു വെച്ചേക്കുക, ഇദ്ദേഹം വളരെ ഇമ്പോർട്ടന്റ് ആയ ഇന്ത്യയിൽ അറിയപ്പെടുന്ന താരമാണ് പുരുഷ ഷോട്ട് പുട്ടിൽ തജീന്ദർ പാൽ സിംഗ്. അങ്ങനെയാണെങ്കിൽ ജാവലിംഗ് ത്രോ ഇപ്രാവശ്യം നമ്മുടെ നീരജ് ചോപ്രയൊന്നും ഇല്ലല്ലോ. ജാവലിംഗ് ത്രോയിൽ സച്ചിനാണ് പുരുഷന്മാരിൽ എറിഞ്ഞിട്ടത്. പെൺകുട്ടികളിലോ ജ്യോതിയാണെന്ന് പഠിച്ചു വെക്കുക. ജാവലിംഗ് ത്രോ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. വനിതകളിൽ ജ്യോതിയും പുരുഷന്മാരിൽ സച്ചിനും. അതുപോലെ വനിതകളുടെ 75 കിലോഗ്രാം ബോക്സിംഗിൽ നമ്മുടെ ഒളിമ്പ്യനൊക്കെ ആയിട്ടുള്ള ലാവ്ലീന ബോർഗോഹെയ്ൻ അല്ലെ, പ്രധാനപ്പെട്ട താരങ്ങൾ കൂടി നാഷണൽ ഗെയിംസിൽ വരിക. അതുകൊണ്ടാണ് ഓർത്ത് വെക്കേണ്ടത് 75 കിലോഗ്രാം ബോക്സിംഗിൽ ലാവ്ലീന ബോർഗോഹെൻ. ദേശീയ ഗെയിംസിൽ ഇന്ത്യയിൽ നിന്നുള്ള മികച്ച അത്ലറ്റുകൾ പങ്കെടുത്തിരുന്നു. ലാവ്ലീന ബോർഗോഹെൻ, സ്വപ്നിൽ കുഷാലെ, ഓർത്തു വെക്കണേ. സരബ്ജോത് സിംഗ്, വിജയ് കുമാർ, ഇങ്ങനെ തുടങ്ങിയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. തജീന്ദർ പാൽ സിംഗ് ഉണ്ടായിരുന്നു, ജ്യോതി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അമോജ് ജേക്കബ് മത്സരിച്ചിരുന്നു. അപ്പൊ ഇതൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇത് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഇതിന്റെ PDF ഞാൻ പറഞ്ഞല്ലോ ഫ്രീ ആയിട്ട് കൊടുക്കും. ഈ ക്ലാസ്സുകൾ ഇതുപോലത്തെ അടിപൊളി ക്ലാസ്സുകൾ ടോപ്പിക് വൈസ് ഒക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ എല്ലാവരും ക്ലാസ് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കരുത്. നമുക്ക് അടുത്ത ക്ലാസ്സുമായി കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ. താങ്ക് യു.